ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. രോഹിണി നക്ഷത്രം രാശിചക്രത്തിലെ 4ാമത്തെ നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം 40 മുതൽ 53.2 ഡിഗ്രി വരെ. അപ്പം ഇതിന്റെ നക്ഷത്രാധിപൻ ചന്ദ്രനും ഭരിക്കുന്ന ഗ്രഹം ശുക്രനുമാണ്. ഇവർക്ക് പൊതുവെ നല്ല കാലം എന്ന് പറഞ്ഞാൽ ഒരു 30 മുതൽ 50 വയസ്സ് വരെ ആ ഒരു സമയത്തിനിടെ വളരെ നല്ല കാലമാണ്. നമ്മൾ വിശദമായിട്ട് ഇനി ഓരോ കാര്യങ്ങൾ ആദ്യം ഒരു ജനറൽ ക്യാരക്ടർ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ പാദമനുസരിച്ച് അതും കഴിഞ്ഞിട്ട് ഇവരുടെ വിവാഹവും ബാക്കി കാര്യങ്ങള്, പിന്നെ അത് അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർക്ക് കിട്ടാനുള്ള ജോലി സാധ്യതകള്, പിന്നെ അടുത്ത ഏറ്റവും ഒടുവിലത്തെ ഇവരുടെ ഓരോ ദിശാസന്ധികള്, ഇങ്ങനെ ഒരു ഇതായിട്ടാണ് നമ്മൾ തരം തിരിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവരുടെ ഇടയ്ക്ക് ഇതിന്റെ ഇവരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഓരോ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതൊരോ ക്യാരക്ടർ, ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെയൊക്കെയുള്ള ആവറേജ് ആയിട്ട് വരും. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം ഇവരുടെ ബ്രഹ്മാവാണ് ദേവത. ബ്രഹ്മാവ് ദേവത ആയതുകൊണ്ട് തന്നെ ഇവർ വളരെ ഒരു ക്രിയേറ്റിവിറ്റി, ബ്രഹ്മാവ് എന്ന സൃഷ്ടിയുടെ ദേവനാണല്ലോ. അപ്പൊ ഒരു ക്രിയേറ്റിവിറ്റി കാണും, ആർട്ടിസ്റ്റിക് മെന്റാലിറ്റി കാണും, സാഹിത്യവാസന, പിന്നെ അഭിനയിക്കാനുള്ള ചിലർക്ക് ഇഷ്ടമായിരിക്കും. ഇതൊക്കെയാണ് പൊതുവേ ഉള്ളത്. പിന്നെ ഇവര് വളരെ സൗമ്യനായിട്ട് ഉള്ള ആൾക്കാരാണ്. സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കാനും ബാക്കിയുള്ള ആൾക്കാരോട് പെരുമാറാനും, അതുകൊണ്ട് ഇവർക്ക് പൊതുവെ ആൾക്കാർക്ക് ഇവരെ ഇഷ്ടമാണ്. പിന്നെ ഇവർ ഈ ആൾക്കൂട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എല്ലാവരും ഒരു ഷൈൻ ചെയ്യാനുള്ള, എന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ള അങ്ങനത്തെ ഉള്ള ഒരു നേച്ചർ ഇവര് ഉണ്ട്. പിന്നെ ഇവര് പലരും ഒരു പരിവർത്തനങ്ങൾ ഇടയ്ക്കൊരു സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിവർത്തനം പ്രതീക്ഷിക്കാൻ, ഒന്നില് ജോബുമായിട്ട് റിലേറ്റഡ് ആണ്, ബിസിനസ് റിലേറ്റഡ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പരിവർത്തനത്തിൽ കൂടെ കടന്നു വന്നവരാണ് മെജോറിറ്റി ആൾക്കാർ. ചന്ദ്രന്റെ 27 പത്നിമാരിൽ ചന്ദ്രന് ഏറ്റവും ഇഷ്ടമുള്ള ഈ രോഹിണി നക്ഷത്രത്തെയാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പൊതുവെ ഇവര് നല്ല സൗന്ദര്യമുള്ളവരും അതുപോലെ സ്വതന്ത്ര ബുദ്ധിയുള്ളവരാണ്. മിക്ക രോഹിണിക്കാരും കഷ്ടപ്പാടിൽ കൂടെ, ഒരുപാട് ചെറുതാകുമ്പോൾ വളരെ കഷ്ടപ്പാടിൽ കൂടെ നടന്നു വന്ന ഒരു ജീവിതം നയിച്ച് വലിയ നിലയിൽ എത്തിയ ആൾക്കാരാണ്. എന്നാൽ ഇവരുടെ എന്ന് പറഞ്ഞാൽ വരവിനെക്കാട്ടിലും ചെലവ് ചെയ്യുന്ന ഒരു സ്വഭാവം പലരും കാണാറുണ്ട്. പക്ഷെ എന്നാൽ ചില കാര്യത്തിൽ പിശുക്ക് കാണിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. സ്ത്രീകൾ പൊതുവെ ഇച്ചിരി വീക്കാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ട് ഹൃദയ ദൗർബല്യം അങ്ങനെയുള്ള കാണാറുണ്ട്. ഇവർക്കെല്ലാം ഈ പൊതുവെ രോഹിണി നക്ഷത്രത്തിലുള്ളവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും, കാരണം ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഉള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ അതേമാതിരി ഇവര് വളരെ ആത്മാഭിമാനമുള്ള ആൾക്കാരാണ്. ചിലപ്പം ബാക്കി കാണുന്ന ആൾക്കാർ വിചാരിക്കുക അഹങ്കാരമാണെന്ന്. പിന്നെ ഇവര് നല്ല സൂക്ഷ്മ ബുദ്ധി, നിരീക്ഷണ പാഠമുണ്ട്. എന്നാലും ചില ആൾക്കാർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പോയിട്ട് ചാടുകയും പിന്നെ അതിനെപ്പറ്റി വിഷമിക്കുന്നതായിട്ടും ഒക്കെ കാണാറുണ്ട്. രോഹിണി നക്ഷത്രക്കാർ നമ്മളെ തന്നിഷ്ടക്കാരാണ് പൊതുവെ. ഇവര് തീരുമാനിച്ചൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് മാറ്റാൻ പൊതുവെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവര് വളരെ ബുദ്ധിശാലികളും വിവേകശാലികളുമായിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്ന ഒരു രീതിയില്ല. അതേമാതിരി ജീവിതം എൻജോയ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള ഒരു രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഉള്ളതുകൊണ്ട് വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് അടിച്ചു പൊടിച്ച് ജീവിക്കുന്ന ഒരു ടൈപ്പാണ്. ഇവർക്ക് അതേമാതിരി വലിയ കള്ളത്തരങ്ങളോ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ്. ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഒരു കഷ്ടപ്പാടിൽ കൂടെ സർവേ ചെയ്ത് വന്ന ആൾക്കാരാണ് ആ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും. അപ്പം പിന്നെ ഇതേമാതിരി രോഹിണി പാദത്ത് ജനിച്ച ഇവർക്കൊരു 1ാം പാദത്ത് ജനിച്ചത് ചൊവ്വയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പം ജന്മസമയത്ത് ചിലപ്പോൾ ഇച്ചിരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെന്നൊരില് ഒരു 8 വയസ്സാകുമ്പോഴത്തേന് ഏകദേശം താഴെ വീണ് തല പൊട്ടുവോ തലയടിച്ചു വീഴുവോ അല്ലെ തലയ്ക്കൊരു ക്ഷതവേൽക്കോ പൊതുവെ ചെയ്ത് കാണാറുണ്ട്. ഇത് നിങ്ങൾ ബാക്കി ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കാം. നമുക്ക് ഇവരുടെ പാദം വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാദം 1 40 ഡിഗ്രി മുതൽ 43 ഡിഗ്രി വരെയാണ്. റേഡിയേഷൻ ചൊവ്വാണ്. D9 എന്നാണ് നവാംശം മേടമാണ്. ഇവരുടെ സ്വഭാവം അഭിനിവേശം എന്നാണ്, കടന്നുകയറ്റം, ആ ഒരു സ്വഭാവമാണ്. പിന്നെ 43 മുതൽ 46 ഡിഗ്രി വരെയാണ് അടുത്ത പാദം 2 വരുന്നത്. അതിന്റെ ശുക്രന്റെ റേഡിയേഷൻ ആണ്. ശുക്രന് ഇടവരാശിയാണ് D9 നവാംശം.
അത് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സമൃദ്ധി. ഇവരുടെ കയ്യിൽ എപ്പോഴും പൈസ കാണും. പൈസ എപ്പോഴും അവരവരുടെ ആവശ്യത്തിനുള്ള കയ്യിൽ പൊതുവെ പൈസ കാണാറുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. അടുത്ത പാദം 3, അതിന്റെ ബുധന്റെ റേഡിയേഷനാണ് മിഥുനൻ രാശി D9 നവാംശം. പിന്നെ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷി. പിന്നെ അടുത്തത് പാദം 4 കർക്കിടക രാശിയാണ്. സ്വഭാവം സുഖം, അല്ല സുഖിച്ച് ജീവിക്കുക. അവരുടെ മൃഗം നൽപ്പാമ്പാണ്. അപ്പൊ അവരുകൊണ്ട് ഇവര് ഗുരുവായൂർ പോകുന്നത് നല്ലതാണ്. പിന്നെ സ്കിന്ന്, ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ബുധൻ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് കണ്ടുവരാറുണ്ട്. പിന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ കാണാറുണ്ട്. പിന്നെ ഇവർക്ക് ഈ മീനിന്റെ റേഡിയേഷൻ ഉണ്ട്. മീനിന്റെ റേഡിയേഷൻ പ്ലിങ്ങാന്ന് ഒരു സ്ലിപ്പായി പോകുന്ന മാതിരി ഒരു വഴുകപരുത്തുള്ള സ്വഭാവം, ഈ ഇതൊക്കെ ഇവരുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ഇതിന്റെ ഞണ്ട്, പിന്നെ വിഷമില്ലാത്ത പാമ്പ്, അതൊക്കെ ഈ റേഡിയേഷനാണ്. വിഷമില്ലാത്ത പാമ്പ് എന്ന് പറഞ്ഞാൽ ഇവരെ പൊതുവെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പേടിപ്പിക്കും. എന്നാൽ നമ്മളൊക്കെ പേടിക്കണ്ട. വലിയ ആൾക്കാരെ ഒന്നും അക്രമ സ്വഭാവമുള്ള സ്വഭാവമല്ല പൊതുവെ രോഹിണിക്ക്. പക്ഷെ ഈ അതേമാതിരി ഇവരുണ്ടല്ലോ, ഈ പാമ്പിന്റെ മേളിൽ കടന്നിട്ടുള്ള ദൈവങ്ങളുണ്ട്. ഇപ്പൊ ശ്രീപത്മനാഭസ്വാമി ടെമ്പിള്, അങ്ങനെയൊക്കെ ഉള്ള ടെമ്പിളിലൊക്കെ ആരാധിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. പിന്നെ ഇതെല്ലാം ഒരു സിംബോളിസമാണ്. ഇപ്പൊ ഇവര് അതേമാതിരി അമ്പലത്തിലോ പള്ളിയിലോ, അങ്ങനെ ക്രിസ്ത്യൻസ് ആണ് പള്ളിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെ ഹിന്ദുസ് ആണ് അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മേളിൽ ഗോപുരത്തെ നോക്കി തൊഴുന്നതായിരിക്കും ഇവർക്ക്, പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്. അതേമാതിരി ബാക്കി ഇപ്പൊ ഇവരുടെ പൊതുവെ നെറ്റി ഇച്ചിരി വീതിയുള്ള നെറ്റി ആയിരിക്കും. പിന്നെ ഇത് അതേമാതിരി ഇത് ഇവർക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വയറ് റേഡിയേഷൻ ആണ്. കാരണം അതുകൊണ്ട് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ട്. ഞാവലി റേഡിയേഷൻ, ഞാവലി ഇവിടെ പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ മഞ്ഞൾ റേഡിയേഷൻ ആണ്. അതുകൊണ്ട് മഞ്ഞളിന്റെ അഭിഷേകം ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. പാല് റേഡിയേഷൻ ആണ്. 2 മുഖമുള്ള രുദ്രാക്ഷം, സൗഭാഗ്യയോഗമുള്ള ആൾക്കാരാണ് ഈ രോഹിണി എന്ന് പറയുന്നത്. അതേമാതിരി തുളസി, വെറ്റില, തുളസിയൊക്കെ ഇവരുടെ വീട്ടിൽ തന്നെ കിളുത്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. രോഹിണിയുള്ളവരുടെ വീട്ടിൽ തന്നെ. അതേമാതിരി ഈ തിരുവോണമുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള ഒരു കണ്ടുവരാറുണ്ട്. അതേമാതിരി മുരിങ്ങയില ഈ റേഡിയേഷനാണ്. ഇവർക്ക് അതേമാതിരി കയ്പ്, ഇച്ചിരി ചവർപ്പുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ്. ഭൂമി ഇതിന്റെ റേഡിയേഷനാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പൊതുവെ ഇവര് ഭൂമി എങ്ങനെയായാലും വാങ്ങിച്ചിരിക്കും. അപ്പൊ അതങ്ങനെ ഉപ്പ് ഈ റേഡിയേഷനാണ്. അതുകൊണ്ട് ചെറിയ ഉപ്പ് ഇച്ചിരി കറക്റ്റ് ആയിരിക്കണം ഇവർക്ക്. പിന്നെ അല്ല തന്നെ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള കിട്ടിയിരിക്കും. എങ്ങനെയായാലും ഭൂമി കിട്ടും. പിന്നെ കാർ ഇഷ്ടമാണ്. പിന്നെ തൈര് ഇഷ്ടമാണ് ഇവർക്ക്. അല്ലാതെ ലസ്സി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പൊതുവെ ഇവരുടെ വീടിന്റെ പരിസരത്ത് പാമ്പിനെ കാണാറുണ്ട്. പാമ്പിനെ കാണാറല്ലെന്ന് ഇവര് വിഷം തീണ്ടുക, ചില ആൾക്കാരെ തേള് കടിക്കുക, ചലന്തി കടിക്കുക, അങ്ങനെയൊക്കെ പൊതുവെ രോഹിണി നക്ഷത്രത്തെ കണ്ടുവരാറുണ്ട്. പിന്നെ നാക്ക്, ഇവരുടെ നാക്ക്, പാമ്പെന്ന് പറഞ്ഞാൽ നാക്ക് ഇവർക്ക് വളരെ ദോഷമാണ്. വെല്ലും ബ്രേക്കില്ല ചില കാര്യത്തിൽ. സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കൃകളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട്. പിന്നെ വേറെ ഇവർക്കൊന്നും പറയാൻ മടിയില്ല. എന്തെങ്കിലും വെട്ടിത്തറുന്ന ആൾക്കാരോട് പറയുന്ന ഒരു രീതിയാണ്. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളൊരു മാർക്കറ്റിൽ ഒരു പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് ഈ പുതിയ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻ ഇതേമാതിരിയുള്ള നിലയിൽ അല്ലെ പുതിയ എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ ഒരു ക്രിയേറ്റിവിറ്റി, അങ്ങനെയൊക്കെ ഉള്ളതിനോടൊരു താല്പര്യമുള്ള ആൾക്കാരാണ് പിന്നെ പൊതുവെ രോഹിണിക്കാര്. പിന്നെ ഇതേമാതിരി ഇവരുടെ തലയിൽ ചിലപ്പോൾ ഡാൻഡ്രഫ്, ചില ആൾക്കാരുടെ ഡാൻഡ്രഫ് കാണുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ഈ ഇവര് പൊതുവെ തന്നെ ഈ ടവലൊക്കെ അലക്കിയിട്ട് കഴുകിയിട്ട് അവിടെ കൊണ്ട് വിരിയിച്ചതായി അയലിങ്ങനെ വിരിച്ചിടുന്ന ഒരു പൊതുവെ ഒരു സ്വഭാവം കാണാറുണ്ട്. പിന്നെ ടൂത്ത് പേസ്റ്റ്, കാരണം ടൂത്ത് പേസ്റ്റ് ആണ് ഇതിന്റെ ക്ലീൻനെസ് എന്നുള്ള അതിന്റെ ഒരു റേഡിയേഷനാണ്. അപ്പൊ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം ഒരു സിംബോളിസം എന്നുള്ളതേ ഉള്ളൂ. അതേമാതിരി പാൽപ്പൊടി ഈ റേഡിയേഷനാണ്. അമ്പലം ഈ റേഡിയേഷനാണ്. പിന്നെന്താ ഇത് കോലം ഈ റേഡിയേഷനാണ്. പിന്നെ ഈ അമ്പലമൊക്കെ പൊതുവെ ബുധകർമ്മയിൽ വരുന്നതാണ്. പാർത്ഥസാരഥി, ഇപ്പൊ ആറന്മുള ഇതിന്റെ ഈ ഒരു റേഡിയേഷനാണ്. ലോറി റേഡിയേഷനാണ്. പിന്നെ അരി റേഡിയേഷനാണ്. പിന്നെ വാക്ക് റേഡിയേഷനാണ്. വാക്കെന്ന് പറയാൻ അത് വാക്ക് സൂക്ഷിച്ച് ഇതാക്കുക. പിന്നെ സംസാരിക്കുന്ന അതാണ് ഉദ്ദേശിച്ചത്. സൗണ്ട് റേഡിയേഷൻ. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ പൊതുവെ എന്ന് പറഞ്ഞാൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ഉയർന്ന സൗണ്ടും രീതികളും ഒക്കെ ആയിരിക്കും. അതാണ് സൗണ്ട്. അതും സിംബോളിക്കാണ്, ഇഷ്ടമാണ്. പിന്നെ ഇവർക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമായിരിക്കും. പിന്നെ മുഖം ഇതിന്റെ റേഡിയേഷനാണ്. ഒരു ചന്ദ്രന്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു ഉരുണ്ട മുഖം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവെ രോഹിണി നക്ഷത്രം അങ്ങനെ കണ്ടുവരുന്നത് അത്യാവശ്യം. അത് പിന്നെ ദോശ ഇതിന്റെ റേഡിയേഷനാണ്. പിന്നെ
വാഴയില ഇല്ല റേഡിയേഷൻ, വാഴയില വെച്ചിട്ടുള്ള ദോശ കഴിക്കുക അങ്ങനെയൊക്കെ, അതുകൊണ്ട് ഇവർക്ക് പൊതുവെ ഇഷ്ടമാണ്. സോഡ റേഡിയേഷനാണ്, അല്ലെങ്കിൽ കള്ള അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇത് ഈ നാളുകാർ ജനിച്ച പലർക്കും മറ്റൊന്നെ ചിലപ്പോൾ ഈ അവരൊരു രണ്ടാമനെ ഇവരുടെ വീടിന്റെ അടുത്ത് ആരെങ്കിലും ഒരു അമ്മമാര് അല്ല അമ്മയ്ക്ക് ഈക്വലായിട്ട് ഇവരെ കൊച്ചിലെ വളർത്താനോ അല്ലെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കാനോ ചിലപ്പോൾ അമ്മേന്റെ പേര് വിളിക്കത്തില്ലേലും അമ്മയെ പോലെ കാണുന്ന ഒരു ലേഡി ആരെങ്കിലും ഇവരെ കൊച്ചിലെ വളർത്താനോ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ പൊതുവെ കണ്ടുവരാറുണ്ട്. അതേമാതിരി ഇവരുടെ വീട്ടിൽ പലപ്പോഴും ഈ പഴയ ടേപ്പ് റെക്കോർഡ്, ഇപ്പൊ ഈ ടേപ്പ് റെക്കോർഡൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയ ടേപ്പ് റെക്കോർഡൊക്കെ വെച്ച് അല്ല അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇവർക്ക് ആ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയുണ്ട്. അതുപോലെ കൂട്ടും താക്കോൽ ഈ റേഡിയേഷനാണ്, സേമിയ ഈ റേഡിയേഷനാണ്, അവല് വിളയിച്ചത് ഈ റേഡിയേഷനാണ്. അപ്പൊ ഇവർക്ക് ഇതൊക്കെ അവല് കഴിക്കാനോ അല്ല തേങ്ങ ഇഷ്ടമായിരിക്കും, തേങ്ങ ഈ റേഡിയേഷനാണ്. പിന്നെ ഇവര് പൊതുവെ തന്നെ രഹസ്യങ്ങളൊന്നും ഇവർക്ക് അധികം സൂക്ഷിക്കാൻ പറ്റിയാലേ. ഇപ്പൊ ഈ കൃഷ്ണന്റെ കാര്യം പറഞ്ഞ മാതിരി എന്തേലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് ആരോടെങ്കിലും പറയണമെന്നുള്ള ആ ഒരു രീതിയിലുള്ള ക്യാരക്ടറായിരിക്കും കൂടുതൽ ആൾക്കാര്. പിന്നെ ഇവർക്ക് വെള്ളം ഇഷ്ടമാണ്. വെള്ളം ഏറ്റവും മുന്നേ തണുത്ത വെള്ളത്തിൽ കുളിച്ച് കുറച്ച് സമയം കുളിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അതായത് ഇവരുടെ ഇപ്പൊ മത്സ്യമുനി ഈ റേഡിയേഷനാണ്. അല്ല ഈ നാളിൽ ജനിച്ച ആൾക്കാർ മത്സ്യമുനി, ഭീമന്, അതേമാതിരി ശ്രീകൃഷ്ണന്, കാളിദാസന്, ഇതെല്ലാം ഫേമസ് ആയി. കാളിദാസനൊക്കെ അറിയാലോ. പിന്നെ തെന്നാലി രാമൻ, ചാണക്യന്, എന്തിന് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന്റെ ഇത്ര ഡെവലപ്പാക്കി ഡൊണേറ്റ് ചെയ്ത മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവാണെന്ന് തോന്നുന്നു. അപ്പൊ ഫ്രോയിഡ് ഈ റേഡിയേഷനാണ്. പിന്നെ അങ്ങനെ കുറെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ. പിന്നെന്ന് പറയാൻ ഇവരെന്താ പറയുന്നത്, പൊതുവെ ഈ നാളിൽ ജനിച്ച ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാര് ഈ വീടൊക്കെ വെക്കുന്നതാണ്. ഒന്നിൽ ഒരു 3 പ്ലോട്ടുണ്ടെന്ന് വെച്ചു, അതിന്റെ ഒരു നടുക്ക് പോയിട്ട് ഒരു വസ്തു വാങ്ങിച്ചിട്ട് ഒരു വീട് വെക്കുന്ന ഒരു സ്വഭാവം. അതല്ലെന്ന് വരികയിൽ ഇപ്പൊ ഒരു ഫ്ലാറ്റ് എടുക്കുന്നെന്ന് വെച്ചു, ഫ്ലാറ്റ് ഒരു 5-6 ഫ്ലാറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് വരിക, അതിന്റെ നടക്കത്തെ ഒരു ഫ്ലാറ്റ് വലിപ്പമുള്ള ഫ്ലാറ്റ് നോക്കി അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതേമാതിരി ഇവർക്ക് പൊതുവെ എന്ന് പറഞ്ഞാൽ നോൺ വെജ് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. നോൺ വെജ് കുക്ക് ചെയ്യാൻ അല്ല നോൺ വെജ് കഴിക്കാനും ഒക്കെ ഉള്ള ഇഷ്ടമുള്ള. അതേമാതിരി പട്ടി, പൂച്ച, മുയല് ഇങ്ങനെയുള്ള അല്ല പട്ടിയൊക്കെ ഇഷ്ടമാണ് ഇവർക്ക്. മുയലിന് വളർത്താൻ അല്ലെങ്കിൽ മുയലിനെ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അത്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവര് കൂടുതൽ ആൾക്കാർ വിദേശ യോഗമുള്ള ആൾക്കാരുണ്ട്, വിദേശത്ത് പോകുന്ന അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഒന്നും അല്ലെ ചില ആൾക്കാരുണ്ട് ഭാര്യ ഭർത്താവ് ചിലപ്പോൾ ഇച്ചിരി ദൂരെ വർക്ക് ചെയ്യുന്ന അകന്ന് കഴിയുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് കുറച്ച്. പിന്നെ അതേമാതിരി ഇവർക്ക് എന്താ പറയുന്നത്, ഗ്യാസ് വയറുമായിട്ടുള്ള ഇത് പ്രശ്നമുണ്ട്, ഗ്യാസ്, തൈറോയിഡിന്റെ ചില ആൾക്കാർക്ക്. പിന്നെ മൂക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അലർജിയുടെ പ്രശ്നം ഒരു മെജോറിറ്റി ആൾക്കാർക്ക് അലർജിയും അല്ല ഫേസിൽ. അതേമാതിരി മൂക്ക് ചെറിയൊരു പാട് ചില ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടുവരാറുണ്ട് രോഹിണി നക്ഷത്രക്കാർ. എല്ലാവർക്കും അല്ല, കാരണം ഓരോ പാദം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാലും അത് ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുന്ന ഈ ചില ആൾക്കാർ ട്രാവലിംഗ് ഇഷ്ടമാണ്. ഈ ആൾക്കാർക്ക് ഭാര്യയെ നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും വൈഫിന്റെ ആ ഒരു ഇവർക്ക് ഒരു റെസ്പെക്ട് വലിയ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമില്ല. ഇവര് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ ഇത് വിജയിക്കുന്നതാണ്. ഇപ്പൊ ഇവരുടെ ബിസിനസ് പൊതുവെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരിപ്പോ കമ്മ്യൂണിക്കേഷൻ ബുധനൊക്കെ നിൽക്കുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ, ക്യാമറ റിലേറ്റഡ് അല്ല ഇലക്ട്രോണിക് അങ്ങനെയുള്ള ഐറ്റംസ്, ഷോപ്പോ അല്ലെന്ന യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ ഇഷ്ടമാണ്. അല്ല കമ്പ്യൂട്ടർ ആയിട്ടുള്ള ജോബ് ഇവർക്ക് നല്ലതായിരിക്കും. അതേപോലെ ഓൺലൈൻ ബിസിനസ് നല്ലതാണ്. ഫൈനാൻസ് ഇഷ്ടമാണ്. ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്. കാരണം ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ പെട്രോൾ പമ്പ് ആ ഒരു ഇതിന്റെ ഇതിലുള്ള ഇതാണ്. പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അതിന്റെ ആസ്ട്രോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരുപാട്. നിഗൂഢ ശാസ്ത്രങ്ങളോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആളാണ് ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലെ ഇപ്പൊ ഇതുമായിട്ട് ഈ കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള മീഡിയ നമ്മുടെ എന്താ പറയുന്നത് ഈ നമ്മളെ ഈ ന്യൂസ് പേപ്പറുമായിട്ടുള്ള പ്രവർത്തനങ്ങള്, അല്ലെ ചീഫ് എഡിറ്റർ എന്നുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഇതിനകത്ത് റിലേറ്റഡ് ആണ്. ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കാര്യങ്ങൾ ഐഡന്റിഫൈ അല്ല. ചില ആൾക്കാർ ഇങ്ങനെ ചില മറഞ്ഞിരുന്ന് കേൾക്കുന്ന ഒരു സ്വഭാവവും ചിലർക്ക് ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ ഇവരുടെ വീട്ടിൽ എപ്പോഴും ഒരുമാതിരി വലിപ്പമുള്ള വലിയ കണ്ണാടിയാണ് മുഖം നോക്കാൻ. ഇത് നമ്മളെ അലമാരയിലൊക്കെ വലിയ കണ്ണാടി ഫിറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു രീതി കണ്ടുവരാറുണ്ട്. പിന്നെ അതേമാതിരി ഇവരൊക്കെ പൊതുവെ എന്ന് പറഞ്ഞാൽ ഒരു പെറ്റ് നെയിം വിളിക്കും വീട്ടിലാരെങ്കിലും, ഇളയ കൊച്ചു കുട്ടികൾ ആരെങ്കിലും വാവയെന്ന് വിളിക്കും ചിലപ്പോൾ. അതേമാതിരി ഉണ്ണി, കുട്ടി, മോന്, കുഞ്ഞ്, അങ്ങനെ ഒരു പെറ്റ് നെയിം വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പൊതുവെ.
പിന്നെ ഇവർക്ക് വിദേശത്ത് പോകാൻ പല ആൾക്കാർക്കും യോഗമുണ്ട്. അതേമാതിരി ആയുസ് പക്ഷെ നല്ല കൂടുതലുള്ള ആയുസ് ആണ്. ചില സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒരു സ്വഭാവം ഉണ്ട് ചില ആൾക്കാർ. കാരണം ഇപ്പൊ ഇവരുടെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി ആൾക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ. പിന്നെ ചിലർക്ക് അതേമാതിരി ജീവിതത്തിൽ കുറെ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളിൽ വന്ന് ചാടിയ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. വേറെ ആൾക്കാരെ ഒരു പരിധി വരെ ഇവര് റെസ്പെക്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. നന്മ ചെയ്യുന്ന നക്ഷത്രം ഇനി നമുക്ക് നോക്കാം. അതിനകത്തിപ്പോ മകയിരം, ആയില്യം, വിശാഖം, തൃക്കേട്ട, പൂരാടം, തിരുവോണം, ഔട്ടൻ, രേവതി, ഭരണി, കാർത്തിക ഇതൊക്കെ ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രമാണ്. ഒന്നുകൂടെ പറയാം. നന്മ ചെയ്യുന്ന നക്ഷത്രം മകയിരം, ആയില്യം, വിശാഖം, തൃക്കേട്ട, പൂരാടം, തിരുവോണം, പിന്നെ അവിട്ടം, രേവതി, ഭരണി, കാർത്തിക എന്നിവയൊക്കെയാണ്. പിന്നെ തിന്മ ചെയ്യുന്ന നക്ഷത്രം തിരുവാതിര, പൂയം, പൂരം, ചോതി, അനിഴം, മൂലം, ചതയം, ഉത്രട്ടാതി, അശ്വതി ഇതൊക്കെയാണ് ഇവർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ. പിന്നെ ഇവർക്ക് ഇനിയിപ്പം ഇവരുടെ ദശാസന്ധികൾ നമുക്ക് നോക്കാം. ദശാസന്ധി എന്ന് പറഞ്ഞാൽ ഇവര് ജനിക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രന്റെ എന്ന് പറഞ്ഞാൽ 10 വർഷമാണ് പറയുന്നത്. അപ്പൊ 10 വർഷത്തിന്റെ ഏകദേശം 5 വർഷമായിട്ട് പകുതിയായിട്ടുള്ള രീതി കണക്കാക്കി. കാരണം ഓരോ പാത അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് അപ്രോക്സിമേറ്റ് പറഞ്ഞു പോവാണ്. അപ്പം അത് ഒരു 5 വർഷത്തെ, അപ്പം 5 വർഷം അത് വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് ഇവർക്ക് കൊച്ചില്. അത് കഴിഞ്ഞിട്ട് ചൊവ്വയുടെ ഇതാണ് വരുന്നത്. ചൊവ്വ വരുമ്പോഴത്തേന് 5 മുതൽ 12 വയസ്സ് വരെ. അപ്പൊ 7 വർഷത്തോളം ചൊവ്വ. അപ്പൊ ചൊവ്വയുടെ സമയത്ത് ഇവർ പഠിക്കാൻ ഇച്ചിരി മണ്ടന്മാരായിരിക്കും. സ്കൂളിലൊക്കെ പോകാനുള്ള ഒരു മടി, അല്ലെ എന്തെങ്കിലും വികൃതി തരം, പിന്നെ ഒരു പിടിവാശി, അങ്ങനെ ഒരു ദേഷ്യം ഈ കൊച്ചിലെ അങ്ങനെ ഒരു 12 വയസ്സ് വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവർക്ക് രാഹുർ ദശയാണ്. രാഹുർ ദശ എന്ന് പറഞ്ഞാൽ 18 വർഷം, അതായത് 12 മുതൽ 30 വയസ്സ് വരെ. ഇത് കഴിഞ്ഞിട്ടാ. അപ്പം ഈ ഒരു സമയത്ത് വരെ ഒന്നില് ആദ്യമൊക്കെ കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം രാഹുവിന്റെ ദശാസന്ധി തുടങ്ങുന്ന ഒരു സമയം മുതൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നില് എവിടെയെങ്കിലും പ്രണയത്തിൽ പോയി കുരുങ്ങുക, ഏതെങ്കിലും ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് തിരിച്ച് അങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ഇത്. പിന്നെ ഈ ഒരു സമയത്ത് ഇവർക്ക് പല രാഹുവിന്റെ ഉള്ള ചില ദോഷങ്ങൾ കൊണ്ട് പല വെട്ടുകളിൽ പോയിട്ട് വിടാനൊക്കെ ഉള്ളു. പല എന്തെങ്കിലും ഉടായ്പ പാരയത്തിൽ പോയി വിടാനോ ഉള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവെ നല്ലതാണ്. കാരണം ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു നല്ല ലെവലിലെത്താനും കല്യാണം കഴിക്കാനുള്ള യോഗമെല്ലാം ഈ 30 വയസ്സ് മുമ്പാണ് എല്ലാം ഉള്ളത്. അപ്പം പലരും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ല ഹൈ പോസ്റ്റിലെത്തി നല്ല ജീവിതം, നല്ലൊരു പ്ലാനിംഗ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ വ്യാഴദശയാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ 16 വർഷമാണ്. 16 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നല്ല കാലമാണ്. കാരണം ഈ കാലത്താണ് 30 മുതൽ 46 വയസ്സ് വരെ, അല്ലെ 46 അല്ലെ 47 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ വാഹനയോഗം, വണ്ടി വാങ്ങിക്കാനും, അല്ലെന്നൊരു വീട് വെക്കാനും, വീട് വാങ്ങിക്കാനും, അല്ലെന്നൊരു പ്രശസ്തി, കീർത്തി, അല്ലെന്നൊരു ജോലിയിലെ ഹൈ പൊസിഷന്, സൊസൈറ്റി എന്നുള്ള റെസ്പെക്ട്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ കുടുംബ അംഗീകാരം, അങ്ങനെ സൊസൈറ്റിയിലുള്ള നല്ലൊരു പേര്, ഇവയ്ക്കുള്ള പൊതുവെ കണ്ടുവരുന്നത്. അത് വ്യാഴം കഴിഞ്ഞാൽ ഇവർക്ക് ശനിയാണ്. ശനി ഇവർക്ക് കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ആയതുകൊണ്ട് ഇവർക്ക് പൊതുവെ നല്ലതാണ്. ആദ്യമൊക്കെ കുറച്ച് തൊഴിലിന് ചിലപ്പം ചില ബുദ്ധിമുട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നെങ്കിലും ഈ ഒരു പൊതുവെ എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന, ഗാർഡ് ചെയ്യുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന പൊതുവെ ശനി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ശനിക്ക് മരണമില്ലെന്നാ പറയുന്നത്. അപ്പം ഈ ഒന്നില് നമുക്ക് ഈ ഒരു സമയത്ത് ഭൂമി ലാഭം, വീട് കിട്ടാനുള്ള സാധ്യതകൾ, അതേപോലെ നല്ല പുതിയ വണ്ടി എടുക്കാനുള്ള സാധ്യതകൾ, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ശനിയുടെ കാലത്ത് പറയുന്നുണ്ട്. പിന്നെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ശനി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവർക്ക് കാലിന് വാദങ്ങളോ അല്ലെ കാലിന്റെ മുട്ടിന് ഒക്കെ ഈ ഒരു സമയത്ത് ചെറിയ വേദന അല്ലെ കാലുമായിട്ട് അങ്ങനത്തെ ഒരു അതും ശനിയുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ കാണാറുണ്ട്. പക്ഷെ ഇവർക്ക് ചില ഈ ഒരു പ്രായത്തിലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു 48 അല്ലെ 50 കഴിഞ്ഞിട്ടുള്ള ഒരു 65 അല്ലെ ആ ഒരു അതിനിടയ്ക്കിലായിട്ട് ഈ ഒന്ന് ജ്യോതിഷമോ
അങ്ങനെയുള്ള ആത്മീയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും തൊഴിൽ പഠിച്ചെടുക്കാനോ ഉള്ളതായിട്ടുള്ള സാധ്യതകളാണ് പൊതുവെ കാണുന്നത്. അവർക്ക് അതുകൊണ്ട് നിഗൂഢ ശാസ്ത്രങ്ങളിലോ ഒക്കെ താല്പര്യം തോന്നാം, അത് പഠിച്ചെടുക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ അങ്ങനെയാണ് ഈ ശനിയുടെ കാലം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇവർക്ക് വരുന്ന 65 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 82 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ബുധന്റെ 17 വർഷം ബുധന്റെ കാലമാണ്. ബുധന്റെ കാലം എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറഞ്ഞാലും അറിവിന്റെ ഗ്രഹമാണ്. പൊതുവെ പക്ഷെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈ ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മാരകസ്ഥാനവും അതേ കൂടെ ഭാഗ്യസ്ഥാനവും കൂടാണ്. അപ്പം രണ്ടുമുണ്ട്. അപ്പം ഈ ഒരു സ്ഥാനത്ത് സുഖ ദുഃഖങ്ങളുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള സുഖവും ദുഃഖവും കൂടെ പൊതുവെ കണ്ടുവരുന്ന അങ്ങനത്തെ ഒരു ഇതാണ് രോഹിണിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പൊ ഇത്രയാണ് അവരുടെ 82 വയസ്സ് വരെയാണ് ഇതിപ്പോ പറഞ്ഞത്. പിന്നെ ഒരു 73 ആകുമ്പോഴത്തേന് ആൾക്കാർക്ക് ഒരു ചെറിയ പ്രശ്നങ്ങൾ അതിന്റെ മിഡിലായിട്ടൊക്കെ ആകുമ്പോഴത്തേന് ചെറിയ പ്രശ്നങ്ങളോ അരിഷ്ടതകളോ ദേഹാരിഷ്ടതകളോ ഒക്കെ കണ്ടുവരാറുണ്ട്. ആ ഒരു ചെറിയൊരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ 82 വയസ്സ് വരെ ഇവർക്ക് ആയുസുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോ ആയുസിനെ ചെയ്യുന്നതല്ല, എന്നാലും പൊതുവെ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് രോഹിണിയെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാനിപ്പോ ഇത്തരം നമ്മൾ നോക്കി നിങ്ങൾ വേറൊരു ഇതിപ്പോ ഒരു ജ്യോതിഷന്റെ അല്ലെങ്കിൽ ഏതൊരു സ്റ്റാറിനെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഒരു ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ അപഗ്രഥിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം നമുക്ക് ഇതിനകത്ത് ഓരോ പാദങ്ങളനുസരിച്ച് സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ അതുകൊണ്ട് നിങ്ങൾ ഇത്ര നോക്കി ഒരു 60% നിങ്ങൾ കാര്യങ്ങൾ അതിനകത്ത് എടുത്താൽ മതി. ബാക്കി നിങ്ങൾ ഈ പാദം അനുസരിച്ച് പാദം 1, 2, 3, 4 ഉണ്ടല്ലോ, ഈ പാദം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ മുമ്പ് പാദം 1ന്റെ കാര്യം അതൊക്കെ പറഞ്ഞ് തല വീണിട്ട് പൊട്ടാനുള്ള സാധ്യത, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഗ്രഹങ്ങളുടെ ഈ ഇത് വ്യത്യാസം അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിനകത്ത് കമന്റ് ചെയ്യുക. പിന്നെ അതേമാതിരി ഇപ്പം നിങ്ങൾ ഇതിനകത്ത് നമ്മൾ ഈ ജനിക്കുന്ന ഉടനെ നമ്മുടെ ചന്ദ്രന് സൂര്യൻ എന്ന് പറഞ്ഞ അച്ഛനെ സൂചിപ്പിക്കുന്നു, പിന്നെ ചന്ദ്രൻ എന്ന അമ്മയെ സൂചിപ്പിക്കുന്നു. പിന്നെ ലഗ്നം നമ്മൾ ജനിക്കുന്നിടത്ത് ഒരു സ്റ്റാർ ഉണ്ട്, രോഹിണി സ്റ്റാറിലോട്ട് ചന്ദ്രൻ റേഡിയേഷൻ അയക്കുന്നത്. ഇത് ഡിസ്റ്റാൻഡിന്റെ മാതിരിയാണ് ഈ ചന്ദ്രനും സൂര്യനും പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ റേഡിയേഷന് ത്രൂ ഈ സ്റ്റാറിന് കിട്ടിയ ആ സ്റ്റാറാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ആ സ്റ്റാറാണ് ഭൂമിയിലോട്ട് അല്ലെ നമ്മൾ ഇവിടെ ബർത്താവുന്ന ഉള്ള ഒരു എനർജി നമ്മളിലോട്ട് പാസ് ചെയ്ത് പിന്നെ അതിന്റെ ഒരു കൺട്രോളിലാണ് നമ്മൾ. പക്ഷെ നമ്മൾ ബാക്കി എഫോർട്ടും കാര്യങ്ങളും ഇട്ടിട്ട് ബാക്കി നമുക്ക് നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ പിന്നെ ഈ നേച്ചറിന് ഒരുപാട് എനർജി ഉണ്ട്. പല ഒരു 50% നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളെ അതിജീവിച്ച് നമ്മുടെ കർമ്മബലവും നമ്മുടെ പ്ലാനിങ് അല്ല പാർട്ടേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന മാതിരി നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ എല്ലാം സക്സസ് ആയിട്ട് കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു സബ്ജക്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോയി എല്ലാവരും കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് കേട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾ അവരോട് സ്റ്റാറാണ്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ ഇപ്പം മെഡിക്കൽ അസ്ട്രോളജിയുടെ ഓൾറെഡി കുറച്ച് 1 മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ടുള്ള വരുന്നുണ്ട്. പിന്നെ ഓരോ ഭാവങ്ങളെ പറ്റിയും ഓരോ ഹൗസ്, ഫസ്റ്റ് ഹൗസ്, സെക്കൻഡ് ഹൗസ്, ഓരോ ഹൗസ്, പിന്നെ ഓരോ ഇതിന്റെ 1 മിനിറ്റ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗ്രഹങ്ങളെ പറ്റി ഇപ്പൊ 3 നല്ല നിലയിൽ ഓരോരോ ഗ്രഹങ്ങളെ, ശുക്രന്റെ അല്ലെ ചന്ദ്രന്റെ. അപ്പൊ പിന്നെ ഇതിനകത്തുണ്ട് ഓരോ ഗ്രഹങ്ങളും ഓരോ റേഡിയേഷൻ അല്ല ഓരോ കള്ളിയിൽ ഇപ്പൊ ഇതിൽ 12 കള്ളികൾ വെച്ചാണ് നമ്മളിത് വിലയിരുത്തുന്ന പറയുന്നത്. അപ്പൊ ഓരോ കള്ളികളിലും ഓരോന്നും വരുന്നതിനനുസരിച്ച് ഇതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പം അത് നമ്മൾ ഈ ജനിക്കുന്നിടത്ത് നമ്മൾ എവിടെ ലഗ്നം നിൽക്കുന്ന ആ ലഗ്നത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ കാലഘട്ടത്തിൽ നമ്മളിത് നോക്കുമ്പോൾ മേട ഇടവം മുതൽ ഇങ്ങനെ മേട ഇടവും വിധം കർക്കിടകം ഇങ്ങനെ പോകുന്നത്. പക്ഷെ അപ്പൊ നമ്മളിപ്പം സപ്പോസ് തുലാത്തിലാണ് ജനിച്ചെന്ന് വലിയ തുലാത്തിലെ നമ്മുടെ ചന്ദ്രൻ ഇരിക്കുന്ന എവിടെ ചന്ദ്രൻ ആ സമയത്ത് ഇരിക്കുന്ന അവിടെ നിന്ന് വിട്ട് നമ്മുടെ ലഗ്നം അവിടാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് നമ്മൾ പിന്നെയും കണക്ക് കൂട്ടുന്നത്. പിന്നെ അവിടുന്ന് ഓരോ ഇവിടുത്തെ റേഡിയേഷൻ ഉണ്ട്. അപ്പൊ ഒന്നി അമ്മ നിൽക്കുന്നതിന്റെ അമ്മയുടെ അപ്പൊ ചന്ദ്രൻ നിൽക്കുന്നതിന്റെ ഓരോരുത്ത റേഡിയേഷൻ, പിന്നെ നമ്മുടെ സ്റ്റാറിന്റെ റേഡിയേഷൻ, പിന്നെ ഇത് കൂടാതെ അങ്ങേ സൈഡിൽ നോക്കുമ്പോൾ സൂര്യൻ നിൽക്കുന്നത് അപ്പൊ അച്ഛന്റെ റേഡിയേഷൻ. അപ്പൊ ഈ 3 ഒരു എന്താ പറയുന്നവരുടെ ഒരു ത്രികോണാകൃതിയിൽ ഉള്ള ഒരു ഇതിലെ റേഡിയേഷൻ. അപ്പൊ ഇതിനെല്ലാം വിലയിരുത്തി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തിയറിക്കാത്ത നമ്മള് സാധാരണ അസ്ട്രോളജി അല്ല ഇവിടെ പല ആൾക്കാർ ഉടായ്പ കാണിച്ചിട്ട് പൈസ വാങ്ങിക്കുക അല്ലെ അത് ഇത് ചെയ്യുമെന്നും പറയും കർമ്മം ചെയ്യുമെന്നും പറയും. അങ്ങനെയൊന്നും ആർക്കും പൈസ കൊണ്ട് കൊടുക്കല്ല. എല്ലാം നമ്മൾ തന്നെയാണ്
നമുക്കാണ് ഈ കർമ്മങ്ങളിൽ കൂടെ ഇപ്പൊ ചന്ദ്രന്റെ ദോഷം വന്നു, ബുധന്റെ ദോഷം വന്നു, അല്ലെങ്കിൽ ഈ ശുക്രന്റെ ദോഷം വന്നു. ശുക്രന്റെ ദോഷം വന്നു കഴിഞ്ഞാൽ സിമ്പിളാക്കി ഒത്തിരി നമ്മള് കുട്ടികൾക്കൊക്കെ ശുക്രനല്ല ഗുരുവിന്റെ ദോഷം വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കുട്ടികൾ അങ്ങനെയൊക്കെ റിലേറ്റഡ് ആണ്. അപ്പം ഒന്നും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക, സ്ലേറ്റ് പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അതേമാതിരി ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ കർമ്മം, അതിന്റെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. അതേമാതിരി ഇപ്പം ബുധനുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഈ ആൾക്കാർക്ക് അറിവ് കൊടുക്കുക, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഇവിടെ പ്രകൃതി തന്നെ നമുക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി തന്നെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു ഭൂമിയിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ചില പൊസിഷനിൽ ജനിക്കുന്നതിന് തന്നെ ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ നമുക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പേരൻസിന് ഹെൽപ്പില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. ഒന്നും ചെയ്യത്തില്ല. കാരണം അത് കർമ്മം നമ്മൾ അങ്ങനെയാണ്. കാരണം അവന് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ ഉള്ള നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ അതിന്റെ ഒരു വല്ല ഫുൾഫില്ല് ചെയ്യാത്ത കൊണ്ടാണ് അടുത്ത ജന്മത്തിൽ മനുഷ്യന് ഭൂമിയിൽ പുറവെടുക്കുന്നതെന്നാണ്. അത് പുനർജന്മവും അല്ല പാസ്റ്റ് ലൈഫും എന്റെ സബ്ജക്റ്റ് അല്ല. എന്നാലും ഞാൻ പറയണം അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതാണ് കാര്യങ്ങൾ. അപ്പം ഇത്ര